പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷിൽ 3 സെന്റൻസ് എങ്ങനെ പറയാമെന്നല്ല, 3 കാലത്തുള്ള സെന്റൻസ്. അഥവാ ഇന്നലെ നാം ഒരു പ്രവൃത്തി ചെയ്തു, സ്ഥിരമായിട്ട് നാം ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട്, നാളെ ഒരു പ്രവൃത്തി ചെയ്യും. ഇത് 3ഉം എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ബോർഡിലേക്ക് നോക്കുക. ആദ്യമായിട്ട് നമുക്ക് 4 വേർബുകളെ പരിചയപ്പെടാം. ഇതിന്റെ 3 ഫോമുകൾ, വേർബിന്റെ 3 ഫോമുകൾ നാം പഠിച്ചിരിക്കണം. ഈ വേർബിന്റെ 3 ഫോമുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ക്ലാസ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, എങ്കിലും 4 വേർബിനെ നാം പരിചയപ്പെടാം. ഒന്ന് സ്ലീപ്പ്, അതിന്റെ 3 ഫോം: സ്ലീപ്പ്, സ്ലാപ്റ്റ്, സ്ലെപ്റ്റ്. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. ഡു, ഡിഡ്, ഡൺ. അതുപോലെ സീ, സോ, സീൻ. walk, walked, walked. ഇവിടെ ഇന്നലെ ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നാം സിമ്പിളായിട്ട് ഈ V2 ഫോം, വേർബിന്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. ഇന്നലെ ഒരു കാര്യം ചെയ്തു, വേർബിന്റെ സെക്കൻഡ് ഫോം മാത്രം ഉപയോഗിച്ചാലും മതി. ഉദാഹരണം, ഐ. ആദ്യം ആരാണ് ചെയ്യുന്നത് അയാളെ കുറിച്ച് പറയാനാണ് സബ്ജക്റ്റ്. എന്നെ കുറിച്ച് പറയണ ഐ. ഐ സ്ലീപ്പിന്റെ പാസ്റ്റ് സ്ലെപ്റ്റ്. ഐ സ്ലെപ്റ്റ് യെസ്റ്റർഡേ. ഇന്നലെ അല്ലെ മിനിയാന്ന് കഴിഞ്ഞ ഒരു പ്രവൃത്തി പറയുമ്പോൾ അവിടെ ഐ സ്ലെപ്റ്റ്. ഐ ഞാൻ സ്ലെപ്റ്റ് ഉറങ്ങി, യെസ്റ്റർഡേ ഇന്നലെ ഉറങ്ങി. ഡു എന്നുള്ളതിന്റെ പാസ്റ്റ് എടുക്കുക, ഡിഡ്. ഐ ഡിഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ. മൈ ഹോംവർക്ക് യെസ്റ്റർഡേ. ഇനി സി എന്നുള്ള വേർബിന്റെ പാസ്റ്റിൽ കൊടുക്കുക, ഞാൻ ഇന്നലെ അവനെ കണ്ടു. അതെങ്ങനെ പറയാൻ നോക്കാം. ഐ, സീന്റെ പാസ്റ്റ് സോ. ഐ സോ ഹിം യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ അവനെ കണ്ടു. ഇനി വാക്ക്, നടക്കുക. ഇനി നടന്നു എന്ന് പറയുമ്പോൾ ഐ വാക്ക്ഡ്. I walked some days ago. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നടന്നു. അപ്പോൾ ഐ സ്ലെപ്റ്റ് യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ ഉറങ്ങി. ഐ ഡിഡ് മൈ ഹോംവർക്ക് യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തു. ഐ സോ ഹിം യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ അവനെ കണ്ടു. ഐ വാക്ക്ഡ് സം ഡേയ്സ് എഗോ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നടന്നു. ഇപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു വേർബിന്റെ V1 അല്ല V2 ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഏത് ദിവസം, ഇന്നലെ മിനിയാന്ന് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കുറച്ച് സമയങ്ങൾക്ക് മുമ്പൊക്കെ ചെയ്ത പ്രവർത്തികൾ V2 ഫോം ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന് ടെൻസും ഗ്രാമാറ്റിക്കൽ റൂളുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആലോചിച്ചിരുന്നാൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ വെറും സ്ട്രക്ചർ മാത്രം ഓർത്താൽ മതി. അത് സബ്ജക്റ്റ് കൊടുക്കുക, V2 ഫോം യൂസ് ചെയ്യുന്നു. പിന്നെ ടൈം വേർഡ്സ് ഒക്കെ ലാസ്റ്റ് ഉപയോഗിക്കും. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി സബ്ജക്റ്റ് മാറ്റി കൊടുക്കാം. ഇവിടെ ഹീന്ന് കൊടുക്കാം. ഹീന്ന് കൊടുത്താൽ അവൻ ഉറങ്ങി. ഷീ ആണെങ്കിൽ അവൾ ഉറങ്ങി. അതുപോലെ ഇവിടെ പേര് കൊടുക്കാം, സാലിം. സാലിം ആണെങ്കിൽ സാലിം സ്ലെപ്റ്റ് യെസ്റ്റർഡേ.
ഇനി ഇവിടെ ഷുക്കൂർ ഡിഡ് മൈ എന്നുള്ള ഡിഡ് ഹിസ് എന്നാക്കാം. ഷുക്കൂർ ഡിഡ് ഹിസ് ഓവർക്ക്, അവന്റെ ഓവർക്ക് ചെയ്തു. ഇവിടെ ഷാക്കിറ സോഹി മിസ്റ്റർ ഷാക്കിറ ഇന്നലെ അവനെ കണ്ടു. ഇവിടെ അവർ ദേ വാക്ക്ഡ് സം ഡേയ്സ് ago, അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർ നടന്നു. അല്ലെങ്കിൽ ഇവിടെ വി എന്ന് ഉപയോഗിക്കാൻ പറ്റും. വി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി നമുക്ക് സ്ഥിരമായിട്ട് ഒരു കാര്യം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സ്ഥിരമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് V1 ഫോമാണ്, വേർബിന്റെ ഫസ്റ്റ് ഫോം, അല്ലെങ്കിൽ യെസ് ഫോം നാം ഉപയോഗിക്കണം. സബ്ജക്റ്റ് ഐ, യു, ദേ, വി, അഥവാ ഐ, യു ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നീ, നിങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ ബഹുവചനം വി, ദേ, വി അതുപോലുള്ള പ്ലൂറൽ സബ്ജക്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ വേർബിന്റെ V1 ഫോം യൂസ് ചെയ്യുന്നു. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ഇവയെല്ലാം വരുമ്പോൾ നമുക്ക് എസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. എസ് ഫോം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വേറൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്, അതും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അതിന്റെ വീഡിയോ വിശദമായിട്ട് ആവശ്യമുള്ളവർ അവിടെ നിന്ന് കാണേണ്ടതാണ്. അപ്പൊ എസ് ഫോം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുകയാണെങ്കിൽ വേർബിന്റെ കൂടെ എസ്, ഇ എസ്, ഐ എസ് കൊടുത്ത് ഉപയോഗിക്കുന്ന ഫോമിനെയാണ് എസ് ഫോം എന്ന് പറയുക. ഉദാഹരണത്തിന് വാക്ക്, വാക്സ്. ഇവിടെ വാക്ക് എന്നുള്ള V1, വാക്സ് എന്നുള്ള എസ് ഫോം. സ്ലീപ്പ് V1, സ്ലീപ്സ് എസ് ഫോം. ഇങ്ങനെ എസ് അല്ലെങ്കിൽ ഇ എസ് അല്ലെങ്കിൽ ഐ എസ് കൊടുത്ത് ഉപയോഗിക്കുന്ന ഫോമിനെയാണ് എസ് ഫോം ഓഫ് ദി വേർബ് എന്ന് പറയുന്നത്. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നാം എസ് ഉപയോഗിക്കും, എസ് ഫോം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ V1 ഉപയോഗിക്കുന്നു. ഉദാഹരണം, ഐ ഡു മൈ homework. I do my homework every day. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. I do my homework every day. ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഹോംവർക്ക് ചെയ്യാറുണ്ട്. ഇനി ഇവിടെ ഐക്ക് പകരം യു എന്ന് കൊടുത്താലും ഇതേപോലെ തന്നെയാണ് ഉപയോഗിക്കുക. യു സ്ലീപ്പ് എവ്രി ഡേ. നീ എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട്. ഇനി ഇവിടെ സബ്ജക്റ്റ് മാറ്റി സിംഗുലർ സബ്ജക്റ്റ് കൊടുക്കുന്നു. ഉദാഹരണം ഹി. അപ്പൊ ഈ V1 പകരം നമ്മൾ എസ് ഫോം ഉപയോഗിക്കണം. ഹി സ്ലീപ്സ് എവ്രി ഡേ. ഹി സ്ലീപ്സ് എവ്രി ഡേ. അവന് എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട്. രാഹുൽ സിംഗുലർ സബ്ജക്റ്റ് ഏകവചനമാണ്, അതുകൊണ്ട് നമ്മൾ അവിടെ എസ് ഫോം ഉപയോഗിക്കണം. രാഹുൽ വാക്സ് ഇൻ ദ മോർണിംഗ്. രാഹുൽ വാക്സ് ഇൻ ദ മോർണിംഗ് എവരിഡേ. എല്ലാ ദിവസവും രാവിലെ നടക്കാറുണ്ട്. ഇവിടെ രാഹുൽ സിംഗുലർ ആയതുകൊണ്ട് വാക്സ് ഉപയോഗിച്ചു. ഇനി ഷാഹിന റീഡ്സ് ഹർ ബുക്സ് ഡെയിലി.
ഷാഹിന അവളുടെ പുസ്തകങ്ങൾ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വായിക്കാറുണ്ട്. ഇവിടെ ഷാഹിന എന്നുള്ള സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് റീഡ്സ് എന്നുള്ള യുസ്വമനം ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കിയത് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ V1 ഉപയോഗിക്കുക, അല്ലെങ്കിൽ എസ് ഫോം ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയാൻ വേണ്ടി നാം എങ്ങനെ പറയുമെന്ന് നോക്കാം. അതിനു വേണ്ടി നാം ഉപയോഗിക്കുന്നത് വിൽ ഓർ ഷാൾ പ്ലസ് V1. ഷാൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല, അത് ഓൾഡ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നാം വില്ലാണ് ഉപയോഗിക്കാറ്. പണ്ട് കാലത്ത് വില്ലും ഷാളും ഉണ്ടായിരുന്നു, രണ്ടും കറക്റ്റാണ്. ഇപ്പോൾ ഷാളിന്റെ ഉപയോഗം ഇല്ല. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമുക്ക് വില്ല് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ സാധിക്കും. ഉദാഹരണം, ഐ വിൽ ഗോ there tomorrow. I will go there tomorrow. ഞാൻ അവിടെ പോകും, നാളെ ഞാൻ അവിടെ പോകും. ഈ വില്ലിന്റെ കൂടെ നമുക്ക് സബ്ജക്റ്റ് വേർബിന്റെ V1 ഫോമാണ് ഉപയോഗിക്കാറ്. I will go there tomorrow. നാളെ ഞാൻ അവിടെ പോകും. ഗോ എന്ന് പോവുക, വിൽ ഗോ പോകും. വിൽ ഗോ പോകും എന്നാണ് അർത്ഥം വരിക. അതുപോലെ ഹി ആണെങ്കിൽ മാറ്റുണ്ടാവില്ല. ഹി വിൽ കം, ഹി വിൽ കം ഹിയർ after one hour. He will come here after 1 hour. ഒരു മണിക്കൂറിന് ശേഷം അവൻ ഇവിടെ വരും. അത് വരാനുള്ള ഒരു ഫ്യൂച്ചർ ആക്ഷനാണ്. അപ്പോൾ വിൽ ഉപയോഗിച്ച് പറയുമായി ഹി വിൽ കം ഹിയർ ആഫ്റ്റർ 1 hour. അടുത്ത ഉദാഹരണം, ബഹുവചനം ഉപയോഗിച്ച് പ്ലൂറൽ സബ്ജക്റ്റ് ഉപയോഗിച്ച് നോക്കാം. They will read their books. They will read their books after sometimes. After sometimes. They will read their books after sometimes. കുറച്ച് സമയത്തിന് ശേഷം അവർ അവരുടെ പുസ്തകങ്ങൾ വായിക്കും. ഇവിടെ ആഫ്റ്റർ സം ടൈം എന്നുള്ള ടൈം വേർഡ്സ് ഫസ്റ്റിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആഫ്റ്റർ സം ടൈംസ് they will read their books എന്നും ഉപയോഗിക്കാൻ പറ്റും. രണ്ടും കറക്റ്റ് ആണ്. അടുത്ത ഉദാഹരണം, റാഹിന will walk. റാഹിന will walk. റാഹിന നടക്കും. After 5 minutes. റാഹിന will walk after 5 minutes. റാഹിന 5 മിനിറ്റിന് ശേഷം നടക്കും. ഇവിടെ വിൽ വാക്ക് നടക്കും, വിൽ റീഡ് വായിക്കും. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച്, ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം slept ഉറങ്ങി. സ്ലീപ്പ് ഉറങ്ങുക, ഉറങ്ങാറുണ്ട്. ഇവിടെ സ്ലീപ്സ് ഇതും ഒരേ മീനിങ് ആണ്. സ്ലീപ്പ് സ്ലീപ്സ്. വിൽ സ്ലീപ്പ് ഉറങ്ങും. ഇവിടെ നാം ശ്രദ്ധിക്കുക, സ്ലീപ്പിന്റെ സെക്കൻഡ് ഫോം സ്ലെപ്റ്റ് ഉറങ്ങി. സ്ലീപ്പ് സ്ലീപ്സ് ഉറങ്ങുക ഉറങ്ങാറുണ്ട്.
വിൽ സ്ലീപ്പ് ഉറങ്ങും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷ് കഴിഞ്ഞ കാലത്തെ കുറിച്ച് പറയാൻ വേണ്ടി വീറ്റ് ഉപയോഗിക്കുന്നു. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ V1 അല്ലെ എസ് ഫോം ഉപയോഗിക്കുന്നു. ഇനി നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാൻ വിൽ പ്ലസ് V1 ഉപയോഗിക്കുന്നു. ഇങ്ങനെ സിമ്പിളായിട്ട് ഈ 3 കാര്യങ്ങൾ പറയാൻ പറ്റും. ഇത് 3 ടെൻസ് ഞാൻ പഠിച്ചു. ആ ടെൻസിനെ കുറിച്ച് നിങ്ങൾ ബോധറാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ പിന്നീട് പഠിക്കും. ആ ടെൻസിൻ്റെ അതിൻ്റെ ഫോമിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ആലോചിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ സബ്ജക്റ്റിനൂടെ V2 ഫോം ഉപയോഗിക്കുന്നു. സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ സബ്ജക്റ്റിന്റെ കൂടെ നാം V1 അല്ലെ എസ് ഫോം ഉപയോഗിക്കുന്നു. ഇനി ഭാവിയിൽ നാളെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അല്ലെ കുറച്ച് സമയത്തിന് ശേഷം ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ വേർബിന്റെ വില്ല് പ്ലസ് V1 വേർബിന് സബ്ജക്റ്റിനോട് കൂടെ വില്ല് അതിൻ്റെ കൂടെ V1 ഉപയോഗിക്കുന്നു. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. ഒന്നും കൂടി നമുക്ക് നോക്കാം. I slept. ഞാൻ ഉറങ്ങി. ഞാൻ ഉറങ്ങി. I sleep. ഞാൻ ഉറങ്ങാറുണ്ട്. I will sleep. ഞാൻ ഉറങ്ങും. I slept. ഞാൻ ഉറങ്ങി. ഇവിടെ V2 ഫോം ഉപയോഗിച്ചു. I sleep V1. ഞാൻ ഉറങ്ങാറുണ്ട്. I will sleep. ഞാൻ ഉറങ്ങും. will plus V1. I slept. ഞാൻ ഉറങ്ങി. I sleep. ഞാൻ ഉറങ്ങാറുണ്ട്. I will sleep. ഞാൻ ഉറങ്ങും. ഇനി സബ്ജക്റ്റ് ഐ അല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെ പറയാം നോക്കാം. ഉദാഹരണം he did his work. അവൻ അവന്റെ ജോലി ചെയ്തു. അവൻ അവന്റെ ജോലി ചെയ്തു. he does his work. ഇവിടെ ഡസ് എസ് ഫോം ആണ്. സബ്ജക്റ്റ് സിംഗിൾ ആയതുകൊണ്ട് ഇവിടെ V1 പകരം എസ് ഫോം ഉപയോഗിക്കണം. ഇവിടെ എസ് ഫോം ഉപയോഗിച്ചു. ഇവിടെ V2 ഫോം ആണ് ഉപയോഗിച്ചത്. he does his work. he does his work. അപ്പോൾ അതിനർത്ഥം നോക്കാം. അവൻ അവന്റെ ജോലി ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. ഇനി നാളെ അവൻ ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ എങ്ങനെ പറയും നോക്കാം. he will do his work tomorrow. he will do his work tomorrow. നാളെ അവൻ അവന്റെ ജോലി ചെയ്യും. നാളെ അവൻ അവന്റെ ജോലി ചെയ്യും. അവന്റെ ജോലി ചെയ്യും. ഇനി രണ്ട് പേരുകൾ ഒരുമിച്ച് വരുമ്പോൾ അത് ബഹുവചനമാകുന്നു. അത് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഉദാഹരണം ആയിഷ ആൻഡ് സലാം read their books
the day before yesterday. ആയിഷ സലാം രണ്ടുപേരും ഒരുമിച്ചത് ബഹുവചനമായി. അപ്പോൾ നമുക്ക് റീഡ് എന്നുള്ളത് വായിക്കത് റെഡ് എന്ന വായിക്ക V2 ഫോമാണ്. ഇത് റെഡ്സ് എന്ന് വായിക്കണം. റീഡിന്റെ 3 ഫോമുകൾ ഒരേ രീതിയിലാണ് നമ്മൾ എഴുതാറ്. റീഡ്, റെഡ്, റെഡ്സ്. സ്പെല്ലിങ് സെയിം ആണ്, പക്ഷെ ഇത് വായിക്കുമ്പോൾ ഇത് റീഡ്സ് എന്ന് വായിക്കണം. ഇത് റെഡ്സ് എന്നാണ് വായിക്കുക. ഇതും റെഡ്സ്. അപ്പോൾ വേർബിന്റെ ഫസ്റ്റ് ഫോം റീഡ് എന്ന് വായിക്കുക, സെക്കൻഡ് ഫോം റെഡ്സ് എന്ന് വായിക്കുന്നു, തേർഡ് ഫോം റെഡ്സ് എന്ന് വായിക്കുന്നു. സ്പെല്ലിങ് സെയിം ആകുന്നു. ഇവിടെ പാസ്റ്റ് ആക്ഷൻ ആയതുകൊണ്ട് നമ്മൾ റെഡ്സ് എന്ന് വായിക്കണം. പാസ്റ്റ് ആക്ഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ മിനിയാന്ന് എന്നാണ് ഇതിന്റെ അർത്ഥം. മിനിയാന്ന് എന്ന് പറയുമ്പോൾ ഇന്നലേക്ക് മുമ്പുള്ള ദിവസം. അതോ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് ഇവിടെ ടൈം വേർഡ്സ് കൊടുത്തത് കൊണ്ട് നമുക്കറിയാം കഴിഞ്ഞു പോയ പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ റെഡ്സ് എന്ന് വായിക്കണം. ആയിഷ ആൻഡ് സലാം റെഡ് ദിയർ ബുക്സ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. മിനിയാന്ന് ആയിഷയും സലാമും അവരുടെ പുസ്തകങ്ങൾ വായിച്ചു. ഇനി അടുത്ത ഉദാഹരണം. ഇനി ആയിഷ സലാം സ്ഥിരമായി ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നോക്കാം. ആയിഷ ആൻഡ് സലാം drive their car every day. Aisha and Salam drive their cars every day. ആയിഷ സലാം അവരുടെ കാറുകൾ എല്ലാ ദിവസവും ഡ്രൈവ് ചെയ്യാറുണ്ട്. ഇവിടെ ബഹുവചനമായതുകൊണ്ട് V1 ഉപയോഗിച്ചു. ഇനി അവർ ചെയ്യുന്ന ഭാവിയിലെ, ഇനി ഈ സംസാരിക്കുന്ന നിമിഷം കഴിഞ്ഞ അടുത്ത നിമിഷം മുതൽ ഭാവി ആരംഭിച്ചു. അപ്പൊ ഇവിടുന്ന് മുമ്പോട്ടുള്ള സമയത്ത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ വില്ല് പ്ലസ് V1 ഉപയോഗിച്ച് പറയാം. ഉദാഹരണം നോക്കാം. ആയിഷ and Salam will come here after 2 p.m. Aisha and Salam will come here after 2 p.m. 2 മണിക്ക് ശേഷം അഥവാ ഉച്ചക്ക് ശേഷം 2 മണിക്ക് ഉച്ചക്ക് 2 മണിക്ക് ശേഷം ആയിഷയും സലാമും ഇവിടെ വരും എന്നുള്ളത് വരാൻ പോകുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ ഇവിടെ വിൽ പ്ലസ് V1 ഉപയോഗിച്ചു. അപ്പോൾ കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് V2 ഫോം ഉപയോഗിക്കുന്നു. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ V1 അല്ലെങ്കിൽ S ഫോം ഉപയോഗിക്കുന്നു. ഇനി നാളെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ വിൽ പ്ലസ് V1 ഉപയോഗിക്കുന്നു. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ളൂ. വളരെ ഈസി ആയിരുന്നു ഇംഗ്ലീഷ്. ഇത്രയും സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാം. നിങ്ങൾ ഇത് സംശയം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായങ്ങൾ വീണ്ടും നിങ്ങളുടെ ഫോണിലേക്ക് ആ നിമിഷം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഡൗട്ട്സ് കമന്റിലൂടെ അറിയിക്കാം. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.